ഫേസസ് കാനഡയുടെ ഒരു ന്യൂഡ് ലിപ് ഷെയ്ഡാണ്. പക്ഷേ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ്. ബിരിയാണിയുടെ റൈസിലേക്ക് സാലഡും അവരുടെ സ്പെഷ്യൽ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്തിട്ട് ദാ ആ കാണുന്നതാണ് അഗസ്ത്യാർകുടം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ സ്കിൻ കെയർ. ഒരു ജെന്റിൽ ഫേസ് വാഷ് വെച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ദിസ് ഇസ് ക്യൂർ സ്കിൻസ് ഫേസ് വാഷ്. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഐ റിയലി ലവ് ദിസ്. ഒരുപാട് ഹാർഷ് അല്ല, പിന്നെ അങ്ങനെ സ്മെല്ലൊന്നുമില്ല, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പിന്നെ നല്ല നമുക്ക് ഡ്രൈ ആകത്തില്ല. ഐ റിയലി ലവ് ദിസ്. പിന്നെ നല്ല ഫോം ഇതിലാണ് വരുന്നത്, അതുകൊണ്ട് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. മണമൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഞാൻ ഈ ക്യോസ്കിനിൻ്റെ ഈ ഒരു ഹൈഡ്ര, എവിടെ ക്യാമറ എവിടെ, ഹൈഡ്ര, ഇതിൻ്റെ അവസ്ഥ കണ്ട് നോക്കണ്ട. യൂസ് ചെയ്താണ് ഇതിങ്ങനെ ആയത്. ഹൈഡ്ര ജെല്ലാണിത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ബിക്കോസ് ഇറ്റ് റിയലി മോയ്സ്ചറൈസസ്. ഇത് ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഗ്ലോ ഒക്കെ തരും. ഒരു വാട്ടർ ബേസ്ഡാണിത്. ഇതെന്താ ഇത് വരാത്ത? ഓക്കെ, സി, വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പിമ്പിൾസ് ഒന്നും വരത്തില്ല. പിന്നെ ഡീപ്പ് ഹൈഡ്രേഷനാണ്. ഇത് മാത്രം ഇട്ടാലും നല്ലൊരു ലൈക്ക് കൊറിയൻ സ്കിന്നൊക്കെ ഇല്ലേ, അതുപോലെ ഇരിക്കും. നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇത് മാത്രം ഇട്ടാൽ മതി. നോ നീഡ് ഓഫ് ഈവൻ എ ഹൈലൈറ്റർ. ഒരു മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ക്യോസ്കിൻ്റെ സെറാമൈഡ് കെയർ ക്രീം ഹൈഡ്രേറ്റ്സ് ആൻഡ് നറിഷസ്. എവിടെ ഇതെവിടെയാണ് ഫോക്കസ് ആവുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഓക്കെ, യാ. ആൻഡ് ഇതിൽ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, സെറാമൈഡ്സ് ഉണ്ട്, ഒലിവ്സ് ഉണ്ട്. ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് ഇത്. ആക്ച്വലി നറിഷസ് സ്കിൻ എന്നാണ് പറഞ്ഞെങ്കിലും എനിക്കിതൊരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് ഉണ്ട്. ക്യോസ്കിനിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവുക, അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ ജെൻഡർ, ഏജ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ചോദിക്കും. അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അവിടെ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ആണോ ഹെയർ പ്രോബ്ലംസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ എന്താണോ പ്രോബ്ലംസ് അത് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് ഡോക്ടർ സംസാരിച്ച് തുടങ്ങും. കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അതുപോലെ നമുക്ക് വേണ്ട നമ്മുടെ കൺസേൺസ് എന്തൊക്കെയാണോ അതെല്ലാം അവരോട് പറയുക. അപ്പോൾ അതെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട അവരൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലെത്തി നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സും നമുക്ക് എന്തൊക്കെയാണ് ക്യൂർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേസിൻ്റെ ഒരു സ്ട്രെയിറ്റും സൈഡ് വ്യൂ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കണം. അപ്പോൾ അവർക്ക് ആ പിഗ്മെൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം അവർ സജസ്റ്റ് ചെയ്യും. ജസ്റ്റ് കാർട്ടിൽ ചെക്കൗട്ട് ചെയ്യുക, സ്കിന്നെല്ലാം അടിപൊളിയാക്കുക. അപ്പോൾ ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തേക്കാം. പിന്നെ ഗൗരി 100 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്കൊരു 100 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോവുകയാണ്. ഞാൻ ഇന്ന് ചൂസ് ചെയ്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ വൈറ്റ് കുർത്തിയാണ്. ഇതൊരു ഫ്ലോറൽ ഹബിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ഓൺലൈൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൽവാറാണ്. പിന്നെ ഭയങ്കര പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക് ഇടാം. ദിസ് ഇസ് നോട്ട് ദ ഷെയ്ഡ്. എൻ്റെ കയ്യിൽ ഈ ഒരു ഫേസ് കാനഡയിലെ 4 ഷെയ്ഡുണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് മാറിപ്പോവും. ഞാൻ ഇന്ന് ചൂസ് ചെയ്തത് ഈ ഒരു ബഫ് ന്യൂഡ് ഷെയ്ഡാണ്. ഫേസസ് കാനഡയിൽ അടിപൊളിയാണ്. ഭയങ്കര ന്യൂഡാണെങ്കിലും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഫേസസ് കാനഡയിൽ ബഫ് ന്യൂഡ് 299 എന്തേ ഉള്ളൂ. പിന്നെ ഞാൻ ചെറിയൊരു പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇനിയാണ് എൻ്റെ ലൈഫിലെ
ഏറ്റവും ടഫസ്റ്റ് പാർട്ട് തുടങ്ങുന്നത്. ബിക്കോസ് എനിക്ക് ഹെയർ ഒരു രീതിയിലും പറ്റത്തില്ല. ഞാൻ എപ്പോഴും പോകുമ്പോൾ പല പല ഹെയർ സ്റ്റൈൽസൊക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കും, ചെയ്യും. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ സ്ഥിരം ഒന്നുകിൽ പോണിറ്റെയിൽ അല്ലെങ്കിൽ കുളിപ്പിന്നൽ ഇതിലേക്ക് ഞാൻ മാറും. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നില്ല. എന്തോ സംതിങ് റോങ് ഉണ്ട് എനിക്ക്. ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ നോക്കുന്നതേ ഉള്ളൂ. ഫൈനലി ഐ എൻഡഡ് അപ്പ് ഇൻ ദിസ്. എന്നാലും ഞാൻ പിന്നെയും എനിക്കറിയാം ഞാൻ ഇതിലേതെങ്കിലും ചെല്ലും. എന്നാലും ഞാൻ ആദ്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, ഒരു സന്തോഷം. പിന്നെ കമ്മലിടാം. ഇത് ഞാൻ മറ്റേ ഡോട്ട്സ് കളക്ഷനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വേണോ അത് വേണോ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ. ആക്ച്വലി അത് രണ്ടും ഈ സൽവാറിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഐ റിയലി ലവ് ദിസ് കളക്ഷൻസ് ഫ്രം ഡോട്ട്സ് കളക്ഷൻ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് രണ്ടും വെച്ചപ്പോൾ രണ്ടും ഇതിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് തോന്നുന്നു കൺഫ്യൂഷനായി. ഓക്കെ, ഫൈനലി ഐ ഫിക്സ്ഡ് ദാറ്റ് യെല്ലോ സ്റ്റോൺ ഇയറിംഗ്. അത് കഴിഞ്ഞ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് വാച്ച്. ഓക്കെ, അപ്പോൾ ടാറ്റാ. അപ്പോൾ വി ആർ ഓൺ ദ വേ ടു ലുലു മോൾ. ഞാൻ സായിയുടെയും അച്ചുകുട്ടൻ്റെയും കൂടെയാണ് കേട്ടോ ലുലു മാളിൽ പോകുന്നത്. എല്ലാവർക്കും ഇവരെ അറിയാം, ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദേഴ്സാണ്. അപ്പോൾ അവർക്ക് സൂഡിയോയിൽ എന്തോ ഓഫറുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് ഷോപ്പിംഗ്, അപ്പോൾ എന്നെയും കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല ലുലു മാളിൽ ഇത്ര ആളില്ലാതെ കാണുന്നത് കേട്ടോ. ഒട്ടും ആളില്ലായിരുന്നു. സൂഡിയോയിൽ ഓഫർ ഉണ്ടായിട്ടും എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനും വെറുതെ ഒന്ന് കൂടെ പോയി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇതാ ഈ ഒരു കുറേ ഹാൻഡ് ബാഗ് കളക്ഷൻസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ ഒരേ കളറിൽ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ. പിന്നെ എനിക്കത്ര താല്പര്യമുള്ള മേഖല അല്ലാത്തത് കൊണ്ട് ഞാൻ അധികം നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല. നല്ല ഓഫറുണ്ട് കേട്ടോ, 60 to 40% ഓഫറുണ്ട്. ഓക്കെ, ഫൈനലി വി റീച്ച്ഡ് സൂഡിയോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ എന്തോ റിനോവേഷൻ നടക്കുകയായിരുന്നു. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ലുലു മോളിൽ പുറത്ത് കണ്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും സ്റ്റുഡിയോയ്ക്കകത്തായിരുന്നു. ഞാൻ അത്യാവശ്യം കറങ്ങിതാ ഈ ഒരു ടീഷർട്ട് അച്ചുപൊട്ടിനെ സെലക്ട് ചെയ്ത് കൊടുത്തോട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ പതുക്കെ ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. ഹെക്കോബ വർക്കായിരുന്നു അതിൽ. ഈ ഒരു ഫ്ലോറൽ വർക്കിലെ ടോപ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെല്ലാം നല്ല ഡീപ്പ് നെക്കുള്ള ഡ്രസ്സുകളായിരുന്നു. ആക്ച്വലി സ്റ്റുഡിയോയിലെല്ലാം വല്ലാണ്ട് മോഡേൺ ഡ്രസ്സായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് എനിക്ക് ഇഷ്ടമായത് കുറച്ചെങ്കിലും 50% ഇഷ്ടമായത് ഈ ഒരു കുർത്തിയാണ്. പക്ഷേ ഇതിന് ഭയങ്കര ലെങ്തായിപ്പോയി, എനിക്ക് ചേരുന്നില്ല. അങ്ങനെ അതും വേണ്ടാന്ന് വെച്ചു. പക്ഷേ എല്ലാം ഭയങ്കര ന്യൂജൻ കുട്ടികൾക്കുള്ള ടൈപ്പ് ഡ്രസ്സുകളുണ്ട്. എല്ലാം സ്ലീവ്ലെസ്. ഞാൻ പൊതുവേ അങ്ങനെ ഇത്തരം സ്ലീവ്ലെസ്സുകളും ഇത്രയും മോഡേൺ ഡ്രസ്സുകളും ഇപ്പോൾ കുറച്ച് നാൾ പണ്ടൊക്കെ ഇടുമായിരുന്നു. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ടോപ്പാണെന്ന് തോന്നും. പക്ഷേ അത്യാവശ്യം നല്ല അൾട്രാ മോഡേൺ ന്യൂജൻ കുട്ടികൾക്ക് ഭയങ്കര സെലക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ വൈബിനൊന്നും കിട്ടാതെ ഞാൻ ലാസ്റ്റ് ഈ ഒരു ചെപ്പൽ സെക്ഷനിൽ വന്നു. അവിടെയും ടു ബി ഫ്രാങ്ക് എനിക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റൈലിനെക്കാട്ടിൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫാഷനെ കാട്ടി ഐ പ്രിഫർ മോർ കംഫർട്ട്. എനിക്കങ്ങനെ കംഫർട്ടബിളായിട്ടുള്ള ചപ്പലൊന്നും കിട്ടിയില്ല. എനിക്കെപ്പോഴും ബാറ്റ സിൽക്കോണൊക്കെ എനിക്ക് പറ്റുള്ളൂ. ഞാൻ പിന്നീട് ആലോചിച്ച് ദൈവമേ ഞാൻ തള്ള വൈബായോ എന്ന്. കാരണം ഒന്നും എനിക്ക് അങ്ങോട്ട് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഡ്രസ്സ് ഭയങ്കര മോഡേൺ ഡ്രസ്സുകളാട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ് കുട്ടികളൊക്കെ അങ്ങനെ ഇടുന്നത് കാണാൻ. പിന്നെ ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി മാക്സിലേക്ക് പോയി. അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മാക്സിനകത്ത് പോയി. അവിടെ അത്യാവശ്യം കുറച്ച് നല്ല എൻ്റെയൊക്കെ ടേസ്റ്റിനുള്ളത് പിന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്കേർട്ട് നല്ലതായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ടോപ്പ് കളക്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ മോഡേൺ ടോപ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മളെപ്പോലുള്ളവരെയും കൂടെ കുറച്ചൊന്ന് കൺസിഡർ ചെയ്യുന്ന ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ വൈറ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓൾറെഡി എനിക്ക് 2 വൈറ്റ് ടോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും ഈ മൂന്നാമതൊരെണ്ണം എടുക്കണ്ടെന്ന് വിചാരിച്ച് അവിടെ നിന്നും നടന്നു. എത്നിക് വിയേഴ്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് മാക്സിലുണ്ടായിരുന്നു കേട്ടോ.
ബിരിയാണി കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. കുറച്ച് സാലഡ് എടുത്ത് റൈസിൽ മിക്സ് ചെയ്ത് ഇവരുടെ ഈ സ്പെഷ്യൽ ഗ്രേവി അങ്ങോട്ട് എടുത്ത് കുറച്ച് മിക്സ് ചെയ്ത് കുറച്ച് പപ്പടവും കൂടെ പൊടിച്ച് ഇനി മുട്ടയിൽ ആ വെള്ളയും മഞ്ഞക്കുരുവും എല്ലാം കൂടെ വെച്ചിട്ട് കുറച്ച് ചിക്കൻ പീസും കൂടെ എടുത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കണം. ആഹാ, സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ കൂടൊക്കെ അടിച്ചിട്ട് തിരിച്ചു പോന്നു. ഇത് അരുവിക്കരയാണ് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. ഈ കാണുന്നതാണ് അഗസ്ത്യാർകുടം. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. എപ്പോഴും ഇങ്ങനെ തെളിയത്തില്ല, ചിലപ്പോൾ മേഘമൊക്കെ വന്ന് മറഞ്ഞൊക്കെ പോകും. പക്ഷേ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അരുവിക്കര ഡാമിൻ്റെ അതിലെയാണ് വീട്ടിലേക്ക് പോയി. ഇവിടെ എന്തോ ഫെസ്റ്റ്, എനിക്ക് തോന്നുന്നു വാവുബലിയുടെ എന്തോ ഫെസ്റ്റൊക്കെ, കുറേ ഗെയിംസും കുട്ടികൾക്ക് നല്ല ഫുഡ് സ്റ്റോളും കമ്മൽ, മല, ജിംകി അങ്ങനെയൊക്കെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ഡേ. ഞാൻ വീട്ടിൽ വന്നു, ഡിന്നർ കഴിച്ചു. ഇനി കുറച്ച് മൈ നൈറ്റ് സ്കിൻ കെയർ പ്രോസസ്സ്. ഞാൻ ആദ്യം ഈ ഒരു ക്യോസ്കിൻ്റെ മൾട്ടി ആക്റ്റീവ് കളക്ടർ ബ്രൈറ്റൻസ് ആൻഡ് കറക്റ്റ്. ഇതിൽ കോജിക് ആസിഡ് ഉണ്ട്, ആൽഫ ആർബ്യൂട്ടിൻ, നയാസിനമൈഡ്. നയാസിനമൈഡ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ഹീറോ. ചെറിയ പിഗ്മെന്റേഷൻ ഉള്ളിടത്തൊക്കെ ഇതൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് കണ്ണിൻ്റെ താഴത്തേക്ക് നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് ഇവിടെ കുറച്ചുണ്ട്. This moisturizer. അപ്പോൾ ഇന്നത്തെ എൻ്റെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ